ഗൈസ് വെൽക്കം ടു ക്രിപ്റ്റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചായി വീഡിയോ ഇട്ട് ഞാൻ 1 മാസത്തോളം ഉംറയ്ക്ക് പോയിരുന്നു. അതിന് ശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം ഡിലേ ആയി. പക്ഷേ നമ്മൾ ഡെയിലി ടെലഗ്രാമിൽ ആ സമയങ്ങളിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ഇടാറുണ്ട്. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ ആകുമ്പോൾ ഡെയിലി നമ്മൾ സംസാരിക്കുന്നത് നല്ലത് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സുകൾ ടെലഗ്രാമിലാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. എങ്കിലും പിന്നെ ടെലഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ പിന്നെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് എടുക്കുക എന്നുള്ള ഒരു മടികൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും പോലും യൂട്യൂബിലും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചിലപ്പോൾ എല്ലാവരും ടെലഗ്രാമിൽ വോയിസ് കേൾക്കണം എന്നില്ല. അതേസമയം യൂട്യൂബിൽ വീഡിയോ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കണ്ടൻറ്റും ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജുകൾ വന്നിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഡിസംബർ തൊട്ടുണ്ടാകുന്ന ഒരു ഡൗൺ ട്രെൻഡ്, അതായത് ഓൾ ടൈം ഹൈന് ശേഷം ഒരു ട്രംപ് നവംബറിൽ വന്നു, അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം വരെ, ഒരു ഡിസംബർ പകുതി വരെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയും പിന്നീട് നമ്മളൊരു ഡൗൺ ട്രെൻഡ് കാണുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മാസത്തോളമായി നമ്മൾ ഡൗൺ ട്രെൻഡ് കാണുന്നത്. അത് ഫസ്റ്റ് റീട്രേസുമായിട്ട് കഴിഞ്ഞ 2017 32% ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും മറ്റു ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹെവി ലാഗ് വന്നിരുന്നു. ഏകദേശം 90 എബോവ് ഡേയ്സായി നമ്മൾ ഈ ഡൗൺ ട്രെൻഡ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ടാരിഫിൻ്റെ പ്രശ്നങ്ങൾ, വേൾഡ് എൻ്റയർ സ്റ്റോക്ക് മാർക്കറ്റ്, ഈവൻ US തന്നെ എത്രയോ ട്രില്യൺ മാർക്കറ്റ് വാഷ് ഔട്ട് ആവുന്നു. ടാരിഫ് യുദ്ധം, ട്രേഡ് വാർ സജീവമാവുന്നു. ഈവൻ റിസഷനിലേക്ക് വരെ പോകുമോ എന്നുള്ള ഡൗട്ടുകൾ വരുന്നു. അതിൻ്റെ കൂടെ തന്നെ BTC കുറേ നാൾ പിടിച്ചു നിന്നിരുന്നു. 82 ഇത്രയും ഡൗൺ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ BTC പിടിച്ചിരുന്നിരുന്നു. ചൈനയിൽ പ്രശ്നങ്ങളുണ്ടാകും BTC വീണ്ടും. എന്നാലും മുമ്പ് ഈ ടാരിഫിനേക്കാൾ മുമ്പ് 72ലേക്ക് പോയതുപോലെ അത്ര കുറയാതെ 84 തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൂടെ ടാരിഫ് പോസ് ചെയ്തു എന്നുള്ളത്, 90 ഡേയ്സ് പോസ് ചെയ്യുമെന്ന് പറയുന്നു. എന്താണ് അവസ്ഥ, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അവസ്ഥ, എന്താണ് ഇത് ബുൾ മാർക്കറ്റിൽ തന്നെയാണോ ഓടുന്നത്, അല്ല ഇത് ബിയർ മാർക്കറ്റാണോ എന്നുള്ള പല ഡൗട്ടുകളും ഉണ്ട്. ഞാൻ പല ഹിസ്റ്ററി ബേസായിട്ട് നിങ്ങൾ എന്തായാലും ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് മുകളിലേക്കൊക്കെ പോയാൽ കറക്റ്റായിട്ട് ഓരോ ഘട്ടമായിട്ട് BTC അനലൈസും ആൾട്ട് കോയിൻ അനലൈസും ഇടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഇൻട്രാക്റ്റും കൂടി ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ലൈവ് ആവും. അതുകൊണ്ട് എന്തായാലും നമുക്കറിയാം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ടെലഗ്രാം ഉണ്ടാവില്ല, എങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ നമ്പർ നമ്മൾ ഈ ലിങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്കൊരു ഈ ടെക്നിക്കലായിട്ടുള്ള കുറേ അനലൈസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ അതുകൊണ്ട് അപ്ഡേറ്റ്സുകൾ ഇല്ല എന്നുള്ള ഒരു തോന്നലുകളും ഫീൽ ചെയ്യില്ല. അതുപോലെ നമുക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ BTC 84 അവിടെ നിൽക്കുന്നുണ്ട്. വീക്ക്ലി ക്ലോസ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. ഡെയിലി ക്ലോസ് ശരിക്കും പറഞ്ഞാൽ 84 എബോവ് ഓക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ക്ലോസും കൂടി ഒന്ന് സജീവമായി കഴിഞ്ഞാൽ കുറേ നാളത്തെ ഡൗൺ ട്രെൻഡ്, അതിൻ്റെ ചാർട്ട് ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഡൗൺ ട്രെൻഡിൽ നിന്നും BTC പതിയെ ഇതിലേക്ക് വരികയാണ്. ഈ 90 ഡേയ്സ് പോസും കൂടി വെക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ വിലയിരുത്തുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 3 മാസത്തെ ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു Q2 നമ്മളറിയാം, ആദ്യത്തെ 3 മാസം Q1 കഴിഞ്ഞു. ഒരു Q2 ലെവലിലേക്കെങ്കിലും BTC ഇത്രയും നാളും ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ട് തന്നെ ഒരു അടുത്ത ലെഗപ്പ്, ഒരു മിനിമം ലെഗപ്പ് എങ്കിലും ചെയ്യേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അത് ഉണ്ടാവേണ്ടതാണ്. കാരണം Q1 എൻ്റെയർ ആയിട്ട് ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന ഈ 3 മന്ത് എൻ്റെയർ ആയിട്ട് ഡൗൺ ട്രെൻഡ് കാണിക്കുന്നതുകൊണ്ട് തന്നെ 90 ഡേയ്സ് പോസും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഹോപ്പ്ഫുൾ നമ്മുടെ ഇടയിലുണ്ട്. കാരണം ഫസ്റ്റ് റീട്രേസിൻ്റെ ഡേയ്സ് 32 ആയിട്ടുണ്ട്, 32% ഡൗൺ ആയി. അതും ഒരു നല്ല രീതിയിൽ കാലയളവ് എടുത്തത് കൊണ്ട് തന്നെ ടെക്നിക്കലി BTCക്ക് എന്ത് ചെയ്യപ്പെടാം, ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ വേണ്ടതാണ്. കാരണം അങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കുമ്പോൾ ടെക്നിക്കലി ഓക്കെ ആയ ഒരു സിറ്റുവേഷൻ ഈ പോസും കൂടി വന്നതുകൊണ്ട് തന്നെ റിലേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. എങ്കിൽ പോലും BTCനെ സംബന്ധിച്ചിടത്തോളം 93ൻ്റെ എബോവിലേക്ക് ക്ലോസ് ചെയ്ത് വരണം. കറൻറ്റ്ലി 84, പിന്നെ 93ൻ്റെ അൾട്ടിമേറ്റ് എബോവിലേക്ക് പോകണം. അതെന്ത് പറഞ്ഞാലും ആൾട്ടും അതുപോലെ തന്നെ പല രീതിയിലും വളരെയധികം പല കോയിൻസും വളരെയധികം അതിൻ്റെ ഡൗണിലേക്ക് വരുന്നത് കൊണ്ടും നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ടായത് കൊണ്ട് തന്നെ ആൾട്ടിലും ഈ പറയുന്ന രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകണം. USDT ചാർട്ട് ഒരു മെയിൻ റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് ഇപ്പം നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നാലും BTCക്ക് ഗുണം ചെയ്യും. ഡോമിനൻസ് 63, 65 റേഞ്ച് ഉണ്ട്. ഒരു 70 വരെ മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതും അവിടെ നിന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും. അങ്ങനെ കുറേ ഫാക്ടർ കൂടെ തന്നെയുണ്ട്. എങ്കിൽ പോലും എക്സ്റ്റേണൽ ഫാക്ടർ വളരെയധികം ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇതിൽ ഹോപ്പ്ഫുള്ളായിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാൽ പോലും കറൻ്റിലി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 71, ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ പോലെ 71ൻ്റെ ബിലോ ക്ലോസ് ചെയ്യാത്ത കാലത്തോളം നമ്മൾ എന്ത് ചെയ്യപ്പെടേണ്ട,
ഇപ്പം ബിയർ മാർക്കറ്റ് എന്നുള്ള തോട്ട് വരണ്ട. പക്ഷേ 71 ബിലോ ക്ലോസ് ചെയ്യുകയും മാർക്കറ്റ് കൂടുതലായിട്ട് അതിൻ്റെ 20 EMAൻ്റെയും ബിലോയിലേക്ക് പോവുകയും അവിടെ റെസിസ്റ്റൻസ് ആക്കുകയും ചെയ്താൽ എന്തായാലും നമ്മൾ ആ ഒരു സംഭവത്തിലേക്കും കൂടി മനസ്സ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ കറൻ്റ്ലി സ്റ്റിൽ എല്ലാം സെറ്റപ്പായിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളതും ഒരു ഹോപ്പ്ഫുള്ളാണ്. മാത്രമല്ല കുറേ കാലങ്ങളായിട്ട് ബുൾ മാർക്കറ്റിൽ ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ അടിക്കുമ്പം ഓട്ടോമാറ്റിക്കലിയും BTCയും അതിനെ പ്രിസീഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം BTCക്ക് നൽകിയ ഇമ്പോർട്ടൻസ് ഈ ചൈന ടാരിഫ് ഇത്രയും ഹെവി, ശരിക്കും പറഞ്ഞാൽ 2008 റിസഷൻ പോലെ ഹെവി ആയിട്ട് മാർക്കറ്റിനെ ബാധിക്കേണ്ടതാണ്. ബ്ലാക്ക് മൺഡേ എന്ന് വരെ 1987 തോന്നുന്നു, ആ സമയത്തുണ്ടായ ബ്ലാക്ക് മൺഡേ വരെ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു ക്രാഷിനെ മനസ്സിലാക്കി, അതായത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റയർ ഗ്ലോബൽ ട്രേഡിൽ ഉണ്ടായിട്ട് പോലും BTC 80K അവിടെ നിന്നിരുന്നത് എന്ന് പറയുന്നത് ഗുഡ് ന്യൂസുകൾ വരുന്ന സമയത്ത്, ഒരു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളോളം സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഹെവി ലോസിലേക്ക് കൊണ്ടുപോകില്ല. അതിൻ്റെ അൾട്ടിമേറ്റ് ഒരു ഇപ്പോൾ ഏത് പറയുന്ന കഷ്ടത കാലത്തിൻ്റെ ആ ഒരു ഗുണം കാലം പിന്നീട് വരുന്നതും BTCക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഹോപ്പ്ഫുള്ളി. നിരന്തരം ചാർട്ട് വൈസുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ഗ്രൂപ്പുകളിൽ ഇടും, അത് നിങ്ങൾ സജീവമായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള നമുക്ക് ആ ഇൻറ്ററാക്ട്, ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. എങ്കിൽ പോലും എന്നാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഡെയിലി വീഡിയോ ഇൻറ്ററാക്ട് ചെയ്യാം. ടെലഗ്രാമിലും അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും, നിങ്ങൾ അതിലും സജീവമാവേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ ഓർപ്പിക്കുകയാണ്. സിഗ്നലും ഫ്യൂച്ചർ സിഗ്നലും കൂടി നമ്മളൊന്ന് സജീവമാക്കണം. ടെലഗ്രാം പബ്ലിക്കിലും എല്ലായിടത്തും കൂടി ഒന്ന് സെറ്റാക്കാനുള്ള പ്ലാൻ ഉണ്ട്. കുറച്ചൊരു മാർക്കറ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ Q1 ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് Q2 അപ്പ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം പല കോയിൻസും അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ തന്നെ ആ ഒരു പീരീഡ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. നവംബറിൽ കണ്ടിട്ടുണ്ട്, 2023 ജാനുവരിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പീരീഡിൽ എന്ത് ചെയ്യും, എല്ലാ കോയിൻസും ആ ഒരു സ്മൂത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും, നല്ല റിട്ടേൺസ് ഫീൽ ചെയ്യും, നമ്മൾ തന്നെ ഫോമോ അടിക്കുന്ന സിറ്റുവേഷൻ എത്തുന്നുണ്ട്. ഇനിയുള്ള ഈ പറയുന്ന Q2ൻ്റെ ആ ഹൈ വരുന്ന സമയത്ത് നമ്മുടെ 10Xലും 1% ബുക്കിംഗ് ഉണ്ടാവും. അതും ഒന്ന് ചില കോയിൻസ് ചിലപ്പോൾ 3X 4Xലായിരിക്കും, ചില കോയിൻസ് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ബൈ.